ഹയർ സെക്കൻഡറി നാടോടി നൃത്ത മത്സരത്തിന് തിരുവനന്തപുരത്ത് നിന്നെത്തിയ സാറാമ്മ കുറച്ചു കലപ്പിലാണ്. തിരുവനന്തപുരം സെന്റ് തോമസ് പൂന്തുറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അദീന മെൽവിയാണ് സാറാമ്മയുടെ ജീവിതം വേദിയിൽ അവതരിപ്പിച്ചത്. ഹലോ, സാറാമ്മ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ഇടിമുട്ടി സാറാമ്മ. എന്താണ്, ലഹരിക്ക് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? അതെ. ഇത്തവണ കലോത്സവ വേദിയിൽ വേഷപ്പകർച്ചകൾ ഒരുപാടാണ്. നാടോടി നൃത്ത മത്സരത്തിന് എത്തിയ ഒരു കുഞ്ഞു മോളാണ് ഇത്. നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? അദീന മെൽവിൻ. ഏതാണ് സ്കൂള്? സെന്റ് തോമസ് പൂന്തുറ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കളിച്ചിറങ്ങിയപ്പോ? എന്താ തോന്നിയേ? സന്തോഷം തോന്നിയായിരുന്നു സ്റ്റേറ്റിൽ കളിക്കാൻ പറ്റിയതിൽ. എന്താണ് ഈ സാറാമ്മയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്? എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം? ലഹരിക്കെതിരായിട്ടുള്ളൊരു തീമാണിത്. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള കുട്ടികൾ നന്നാകുന്നതാണ് കാണാൻ ആഗ്രഹിച്ചിരുന്നത്. നന്നായിട്ട് ചെയ്തു എന്ന് തോന്നിയോ? എൻ്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിയായിരുന്നു. വന്നപ്പോൾ തന്നെ നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ കാലിനൊക്കെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് സമയത്തൊക്കെ ബുദ്ധിമുട്ടായോ? എന്താ കാലിന് എന്താ പറ്റിയേ? കാലിന് ഭരതനാട്യത്തിനും ഞാൻ മത്സരിക്കാനുണ്ട്. അപ്പോൾ ഭരതനാട്യം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സബ് ജില്ലാ സമയത്ത് ഭരതനാട്യം പ്രാക്ടീസ് ടൈമിൽ ഞാൻ ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കാലിലൊരു വേദന വന്നായിരുന്നു. പിന്നെ അതൊരു നീരായി. അതൊരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചായിരുന്നു. പക്ഷേ അതിനത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജില്ലയ്ക്ക് അത് വെച്ച് തന്നെ കളിച്ചു. ജില്ലയ്ക്ക് കളിച്ചു കഴിഞ്ഞതിന് ശേഷം കുറേ വേദനകൾ അനുഭവിച്ചായിരുന്നു. അപ്പോൾ സ്റ്റേറ്റിൽ വരുന്നതിന് മുമ്പ് ഇത് ചെയ്ത് മാറ്റണമെന്ന് ആഗ്രഹിച്ച് കുറേ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതിന് റെസ്റ്റും ഫിസിയോതെറാപ്പിയും ആവശ്യമെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു പോലീസുകാരിനെ ഈ വേദിയിൽ എത്തിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഈ നിൽക്കുന്നത്. സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ജോമറ്റ്, ഫുൾ നെയിം ജോമറ്റ് ഇറക്കൻ. ഞാൻ ഇതിൻ്റെ കൊറിയോഗ്രാഫിയും ലിറിക്സും ഞാൻ തന്നെയാണ്. എൻ്റെ ഒരു സുഹൃത്തും കൂടിയുണ്ട്, അഡ്വക്കേറ്റ് സോനു ശ്രീകുമാർ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് ആൻഡ് കൊറിയോഗ്രാഫി. ആളുണ്ടല്ലോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിന്ന് കാണുന്നുണ്ട്. ലാസ്റ്റ് എത്തിയപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ശരിക്കും ഒരു അമ്മയുടെ വേദന എന്താണെന്നുള്ളത് അത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എനിക്ക് ശരിക്കും ഗൂസ് ബംസ് ഒക്കെ വന്നു. അപ്പം അങ്ങനെ കളിച്ചപ്പോൾ ഇപ്പം ഇറങ്ങിയപ്പോൾ എല്ലാവരും എന്താ പറഞ്ഞേ? നന്നായി കളിച്ചു എന്ന് പറഞ്ഞായിരുന്നു. ഈ തീം ആദ്യമായിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞായിരുന്നു. എന്ത് തോന്നി കളിച്ചിറങ്ങിയപ്പോൾ? മോള് നന്നായി ചെയ്തു എന്ന് തോന്നിയോ? നന്നായിട്ട് ചെയ്തു, ശരിയാണ്. ഞാനും സൂപ്പർ എക്സൈറ്റഡ് ആണ്. റിവ്യൂസ്, ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക് ഒരു വലിയ കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇത് ഇനിയും ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇറക്കാൻ വേണ്ടി നമുക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. സോ ഫീഡ്ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ വന്നത് ഈ ഒരു ഇത് കാരണമാണല്ലോ, ഒരു വെറൈറ്റി കാരണമാണല്ലോ. ഞാൻ നന്നായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാനും വിശ്വസിക്കുന്നു. ആ തൊപ്പി കറക്കുന്ന ഒന്ന് കാണിച്ചു തരാമോ? കണ്ടോ, സാറാമ്മയുടെ ആ ഒരു ചെറുചെറുക്കും ആ ഒരു ഇതൊക്കെ ആളുടെ ആ ഒരു വേഷത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. എന്തായാലും മോള് അടിപൊളിയായിട്ട് ചെയ്തു. ഇവിടെ കൊണ്ട് കലോത്സവ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കലോത്സവത്തിൽ നാടോടി നൃത്തത്തിന് ഇങ്ങനെ വെറൈറ്റി ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ.